ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ട് ഇംഗ്ലീഷ് ഭയങ്കര ടഫാണെന്ന്. എന്താ ശരിയല്ലേ? അങ്ങനെയല്ലേ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നത്? പക്ഷേ അത് കംപ്ലീറ്റ്ലി തെറ്റാണ്. കാരണം വെച്ചാൽ ഇംഗ്ലീഷ് ഒരു ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് അല്ല. നമുക്കത് പഠിച്ചെടുക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്. കാരണം ഇപ്പം നമ്മൾ മലയാളം തന്നെ നമുക്കറിയാം മലയാളം എത്രത്തോളം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ലാംഗ്വേജ് ആണെന്ന്. അത് തന്നെ ഓരോരുത്തരും നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ എത്ര ഡിഫിക്കൽട്ട് ആയാലും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഒത്തിരിയും ആൾക്കാരുണ്ട്. അപ്പൊ അവരൊക്കെ വന്ന് മലയാളം സംസാരിക്കുമ്പോൾ നമുക്കൊരു കേൾക്കുമ്പോൾ ഒരു കൗതുകം തോന്നത്തില്ലേ? അപ്പൊ അതുപോലെ ഉള്ളൂ ഇംഗ്ലീഷും. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ്. അപ്പൊ നിങ്ങൾ ആരും അതൊരു ബർഡൻ ആയിട്ടേ കാണണ്ട. നമ്മൾ ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറെ കൂടി സംസാരിക്കാനായിട്ട് പറ്റും. കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ പറ്റും. നല്ലതുപോലെ നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഞാൻ പല വീഡിയോസിലൊക്കെ കുറെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ ടിപ്സാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത്. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് എങ്കിലും ഞാൻ പറയാം. മിറർ പ്രാക്ടീസ്. അതായത് നിങ്ങളിങ്ങനെ സംസാരിക്കുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് സംസാരിക്കാനായിട്ട് ആരെയും കിട്ടുന്നില്ല. നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ എന്തോ ഒന്നെങ്കിൽ നിങ്ങളുടെ കൊളീഗ്സ് ആവാം, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആവാം, അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ കണ്ണാടി നോക്കിയിട്ട് സംസാരിക്കാം. കോൺഫിഡൻസ് ലെവൽ ഇമ്പ്രൂവ് ആകും. നിങ്ങൾ സംസാരിക്കുമ്പോൾ തെറ്റ് വരും എന്നുള്ള പേടിയേ നിങ്ങൾക്ക് വേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഏത് ലാംഗ്വേജ് സംസാരിച്ചാലും നമുക്ക് തെറ്റ് വരാറുണ്ട് സ്വാഭാവികമായിട്ടും. അപ്പൊ നമ്മൾ ആ തെറ്റ് തിരുത്തി പഠിക്കുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് കിട്ടുന്നത്. അല്ലേ? അങ്ങനെയല്ലേ? അപ്പൊ നിങ്ങൾ എന്തായാലും എന്താ ചെയ്യുക? എന്തായാലും നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. ഒരു നിമിഷം പോലും നിങ്ങൾ ഇനി വേസ്റ്റ് ചെയ്യാണ്ട് ഇന്ന് തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. പ്രാക്ടീസ്, പ്രാക്ടീസ്, പ്രാക്ടീസ്. പ്രാക്ടീസിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഈ നല്ലതുപോലെ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങളിങ്ങനെ വിഷമിച്ചിരുന്നിട്ടോ ഒന്നും ഒരു കാര്യമില്ല. നിങ്ങൾ ഇന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യുക. നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് നല്ലതുപോലെ കോൺഫിഡൻസോടെ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ ഇത് ഗ്യാരണ്ടി ആയിട്ട് ഉറപ്പോടെ പറയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. ഡെയിലി ഒരു 15 മിനിറ്റോ 10 മിനിറ്റോ എത്രയാണെന്ന് നിങ്ങൾക്ക് സമയം കണ്ടെത്തുക എന്ന് വെച്ചിട്ട് നിങ്ങൾ അതിന് തക്കതവണ്ണം പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് പറ്റും. നിങ്ങൾ ആരും ഇത് ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് അത് പറ്റാത്തത്. നിങ്ങൾ ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഓക്കെ. സോ അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതായിരിക്കും. ബൈ ബൈ.